ബഹുമാന്യ പണ്ഡിതൻ മജിദുദ്ദീൻ അബു താഹിർ അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമ്മീസ് ഫി ലതായിഫിൽ കിതാബിൽ അസീസ് എന്ന മഹൽ രചനയിൽ അള്ളാഹുവിൻ്റെ മഹബത്ത് ഇഷ്ടം നേടിത്തരുന്ന 10 കാര്യങ്ങളെ ക്രമപ്രകാരം എണ്ണുകയുണ്ടായി. വൽ അസ്ബാബുൽ ജാലിബത്തുലിൽ മഹബത്തി അഷ്റത്തുൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് എണ്ണുന്നത്. അതിൽ അദ്ദേഹം ആദ്യമായി എണ്ണിയത് അൽ അവ്വലു ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹുമി ലിമആനിഹി വതഫത്തുനി മുറാദില്ലാഹി മിൻ എന്ന് പറഞ്ഞാണ്. ഇതാണ് ഒന്നാമത്തേത് അദ്ദേഹം എണ്ണിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എങ്ങനെ? ബിത്തദബ്ബുരി വത്തഫഹും, ചിന്ത നട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കി. ആരെ? ലിമആനിഹി, വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ. അതേപോലെ വതഫത്തുനി മുറാദില്ലാഹി മിൻ, അള്ളാഹുവിൻ്റെ മുറാദ് വിശുദ്ധ ഖുർആനിൽ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള പാരായണം. അതാണ് റബ്ബിൻ്റെ മഹബത്ത് നേടാൻ ഒന്നാമത്തെ കാരണമായി അദ്ദേഹം എണ്ണുന്നത്. പിന്നീട് അദ്ദേഹം തുടർന്ന് 9 കാരണങ്ങളെ നിരത്തുന്നുണ്ട്. അവസാനം 3 വരി കവിതയിൽ ഈ 10 കാര്യങ്ങളെയും അദ്ദേഹം സംഗ്രഹിച്ചു, ക്രോഡീകരിച്ചു. അതിപ്രകാരമാണ്: തിലാവത്തു ഫഹ്മിൻ മഅ ലുസൂമി നവാഫിലി വദിക്റുൻ ദവാമൻ വൻകിസാറുൻ ബിഖൽബിഹി വഈസാറു മാ യുർദി ശുഹൂദ അതാഇഹി വവഖ്തു നുസൂലിൽ ഹഖ് യഖ്ലു ബിറബ്ബിഹി മുതാലഅത്തുൽ അസ്മാ മുജാലസത്തുൽ ഖുദ മുജാനബത്തുൽ അഹ്വ ജവാലിബു ഹുബ്ബിഹി എന്നാണ്. ഗ്രഹിച്ച് മനസ്സിലാക്കി ഖുർആൻ പാരായണം. തിലാവത്തു ഫഹ്മിൻ മഅ ലുസൂമി നവാഫിലി, ഫർദ് നിസ്കരിക്കുന്നതോടൊപ്പം ഐച്ഛിക നിസ്കാരങ്ങൾ നിത്യമാക്കുക. വദിക്റുൻ ദവാമൻ, നിത്യമായി ദിക്ർ എടുക്കുക. വൻകിസാറും ബി ഖൽബിഹി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം വിനയപ്പെടുക. വ ഈസാറു മാ യുർദി, അള്ളാഹനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക സ്വന്തം ഇച്ഛയേക്കാൾ. ഷുഹൂദ അതാഇഹി, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതുമൊക്കെ അള്ളാഹുവിൻ്റേതാണെന്ന് സാക്ഷി പറയുക, അതിന് സാക്ഷിയാവുക. വവഖ്തു നുസൂലിൽ ഹഖ് യഖ്ലു ബിറബ്ബിഹി, രാവിൻ്റെ യാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാനമിറങ്ങുമ്പോൾ ആ റബ്ബുമായി ഒഴിഞ്ഞുകൂടുവാൻ സമയം കാണുക. മുതാലഅത്തുൽ അസ്മാ മുജാലസത്തുൽ ഖുദ, അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ പഠിക്കുക, സൽവൃദ്ധരോടൊപ്പം കൂടിയിരിക്കുക. മുജാനബത്തുൽ അഹ്വ, ജഡികേച്ഛകളോട് വിട്ടകലുക. ഈ 10 കാര്യങ്ങൾ ജവാലിബു ഹുബ്ബിഹി, അള്ളാഹുവിൻ്റെ ഹുബ്ബ് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ നിങ്ങൾ, പടച്ച റബ്ബിൻ്റെ പ്രീതി നേടാൻ പ്രഥമമായി പറഞ്ഞത് ഗ്രഹിച്ചു മനസ്സിലാക്കി ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നുള്ളതാണ്.